പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി ഒളിവിൽ പോയിരുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ മുൻ ക്ലർക്ക് അറസ്റ്റിൽ. കോട്ടയം മുനിസിപ്പാലിറ്റി മുൻ LD ക്ലർക്കായിരുന്ന കൊല്ലം തേവള്ളി സ്വദേശി അഖിൽ സി വർഗീസാണ് അറസ്റ്റിലായത്. 2020-24 കാലഘട്ടത്തിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നും വ്യാജരേഖ ചമച്ച് പല തവണകളിലായി 2,39,50,5040 രൂപ വെട്ടിച്ചതിന് കോട്ടയം വിജിലൻസ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കോട്ടയം മുനിസിപ്പാലിറ്റി മുൻ LD ക്ലർക്കായിരുന്ന കൊല്ലം തേവള്ളി സ്വദേശി അഖിൽ സി വർഗീസിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ സെക്ഷനിൽ ലോവർ ഡിവിഷൻ ക്ലർക്കായിരുന്ന അഖിൽ സി വർഗീസ് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ റെഗുലർ പെൻഷൻ, ഫാമിലി പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ കൃത്രിമ രേഖ ചമച്ച് അഖിൽ സി വർഗീസിന്റെ അമ്മയുടെ പേര് വ്യാജമായി പെൻഷൻ ലിസ്റ്റിൽ എഴുതി ചേർത്ത് മുനിസിപ്പാലിറ്റിയുടെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും അമ്മയുടെ പേരിൽ കൊല്ലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ ബ്രാഞ്ച് തുടങ്ങിയ അക്കൗണ്ടുകളിലേക്ക് പലതവണകളിലായി 2,39,50,5040 രൂപ ട്രാൻസ്ഫർ ചെയ്ത ശേഷം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചു. അഖിൽ സി വർഗീസ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ജോലി നോക്കിയിരുന്ന 2020 മുതൽ 2023 വരെയും അവിടെ നിന്നും വൈക്കം മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫറായി പോയതിനു ശേഷം പകരം വന്ന ഉദ്യോഗസ്ഥയെ സഹായിക്കാനെന്ന വ്യാജേന ചില ദിവസങ്ങളിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ തിരികെ വന്നുമാണ് തിരിമറി നടത്തിയിരുന്നത്. കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് 2,39,50,5040 രൂപ നഷ്ടം വരുത്തിയതിന് 2025 ജനുവരി മാസം കോട്ടയം വിജിലൻസ് യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഖിൽ സി വർഗീസിനെ വിജിലൻസ് സംഘം കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.